ആരെ ആലിംഗനം ചെയ്താലും അത് ഞെരിഞ്ഞമർന്ന് പൊടിയായിട്ട് മാറും. ഈ ധൃതരാഷ്ട്രർക്ക് ഒരിക്കല് ഭീമനെ കാണാൻ, യുദ്ധത്തിന് ശേഷം, മഹാഭാരത യുദ്ധത്തിന് ശേഷം ഭീമനെ കാണാൻ വലിയ ആഗ്രഹമുണ്ടായി. വലിയ ആഗ്രഹം പ്രകടിപ്പിച്ചു ഭീമനെ കാണണം. എന്നാൽ അദ്ദേഹത്തിന്റെ ദുഷ്ടലാക്ക് മനസ്സിലാക്കിയ പാണ്ഡവര് ഒരു ഇരുമ്പ് കൊണ്ട് പ്രതിമയുണ്ടാക്കി അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് വെച്ചുകൊടുത്തു. ആലിംഗനം ചെയ്യാനായി അദ്ദേഹം അടുത്തു വന്നു. തന്റെ മുമ്പിലിരിക്കുന്നത് ശരിക്കും മനുഷ്യൻ എന്ന രീതിയിൽ ആലിംഗനം ചെയ്തു. ഇരുമ്പ് പ്രതിമ നിമിഷം കൊണ്ട് തച്ചുടഞ്ഞുപോയി, തകർന്ന് തരിപ്പണമായി. ഉടനെ തന്നെ ഈ പിതാമഹന്റെ ഉള്ളിൽ നിന്ന് സ്നേഹം കൊണ്ടെന്ന പോലെ ചില വാക്കുകൾ പുറത്തേക്ക് വന്നു. നിന്നിൽ വളർന്നൊരു സന്തോഷമോട് ഞാൻ നന്നായി മുറുകെ പുണർന്നേൻ, അതുമൂലം എല്ലു നുറുങ്ങി നീ മരിച്ചിതോ പൈതലേ, മെല്ലവെയൊന്നു ഞരങ്ങിയതുമില്ല നീ. ഇതൊരു കള്ളക്കരച്ചിലാണ്. ഭീമന്റെ ഇരുമ്പ് പ്രതിമയെ തച്ചുടച്ചപ്പോ ശരിക്കും മനുഷ്യനെ തന്നെയാണ് തച്ചുടച്ചതെന്ന് കരുതി ഒരു കള്ളക്കരച്ചിൽ നടത്തുന്ന ധൃതരാഷ്ട്ര പിതാവ്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു കാര്യം, നമ്മുടെ വീടുകളിലും പള്ളികളിലും നമ്മളുടെ ശുശ്രൂഷാ കേന്ദ്രങ്ങളിലുമൊക്കെ കയറി ഇറങ്ങി നടക്കുന്ന ചില രാഷ്ട്രീയ ധൃതരാഷ്ട്രന്മാരുണ്ട്. പള്ളികളിൽ പോകുന്നു, തിരുസ്വരൂപങ്ങൾക്ക് മുടി ചാർത്തുന്നു, മാലയണിയിക്കുന്നു, കൈകൂപ്പുന്നു, കൈപൊക്കുന്നു, താഴ്ത്തുന്നു. മാമോദീസായ്ക്കും മരിച്ചടക്കുകളിലും അവിടെ സാന്നിധ്യമുണ്ട്. ഇങ്ങനെയൊക്കെ ഉപജീവനം കഴിച്ചു പോകുന്ന ചില വ്യക്തിത്വങ്ങള് നമ്മൾ തിരിച്ചറിയുകയാ. കൂടെ നിൽക്കുന്നു എന്ന് വിചാരിക്കുമ്പോഴും സ്നേഹത്തോടുകൂടി സമീപിക്കുമെന്ന് വിചാരിക്കുമ്പോഴും മനസ്സിന്റെ ഉള്ളില് ധൃതരാഷ്ട്രരുടെ മനോഭാവമാണ്. സ്നേഹത്തോടെയാണ് ആലിംഗനം ചെയ്യുന്നതെന്ന് തോന്നിയാലും ഉള്ളിന്റെ ഉള്ളില് തകർത്തു കളയുന്ന ചില ആലിംഗന വിശേഷങ്ങളുണ്ട്. തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നമ്മുടെ നാട്ടില് പ്രിയപ്പെട്ട സഹോദരിമാര് വടക്കേ ഇന്ത്യയില്, അതുപോലെ തന്നെ രാജ്യത്തിന്റെ പല ഭാഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അക്രമ സംഭവങ്ങൾ, ക്രൈസ്തവരുടെ നേരെ ഉണ്ടാകുന്ന അക്രമ സംഭവങ്ങൾ, ഏത് വകുപ്പും ചുമത്താൻ പറ്റിയ രീതിയിൽ ആളുകൾ ഉദ്യോഗസ്ഥ തലങ്ങളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ സുരക്ഷ എവിടെയാണ്? പക്ഷപാതപരമായി മാത്രം ചിന്തിക്കുന്ന ആളുകൾ ഉദ്യോഗസ്ഥ മേധാവിത്വങ്ങളിൽ ഉണ്ടെങ്കിൽ, അധികാര ഭ്രഷ്ട് ബാധിച്ചവര് ഔദ്യോഗിക തലങ്ങളിൽ ഉണ്ടെങ്കിൽ നമ്മളെ പോലെയുള്ളവർക്ക് നീതി എവിടെയാണ്? എന്താണ് ഈ രണ്ട് ക്രൈസ്തവ സന്യാസിനിമാര് അടുത്ത കാലത്തായി ചെയ്ത തെറ്റെന്താണ്? പ്രായപൂർത്തിയായ 3 യുവതികളെ ഒരു സ്ഥലത്ത് നിന്ന് അവരുടെ താല്പര്യപ്രകാരവും മാതാപിതാക്കളുടെ താല്പര്യപ്രകാരവും ജോലിക്കായി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോ അതിനെ പ്രത്യേക കണ്ണുകളോടെ കണ്ടിട്ട് ഇത് തന്നെ ഇവരെ കുരുക്കാൻ ഒരു അവസരമെന്ന് മനസ്സിലാക്കി ആരോപണങ്ങൾ ഉന്നയിച്ച് ജാമ്യം കിട്ടാൻ പ്രയാസമുള്ള വകുപ്പുകൾ ചുമത്തി മനഃപൂർവം തുറുങ്കിലടക്കിയ, ജയിലിലടക്കിയ. ഇതെവിടുത്തെ നീതിയാണ്? വടക്കേ ഇന്ത്യയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന തൊഴിലാളികള്, തൊഴിലന്വേഷിച്ച് വരുന്നവരൊക്കെ മനുഷ്യക്കടത്തിന്റെ ഇരകളാണോ? എത്രയോ സഹോദരങ്ങളാണ് മറ്റ് ദേശങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് തൊഴിലാളികളായിട്ട് വരുന്നത്. അവരെ കൊണ്ടുവരുന്നവരൊക്കെ മനുഷ്യക്കടത്തിന്റെ ആൾക്കാരാണോ? ഒരിക്കലുമല്ല. എന്താ മനുഷ്യക്കടത്ത്? മനുഷ്യക്കടത്തെന്ന് പറയുന്ന ആ ഒരു കുറ്റകൃത്യം വളരെ വളരെ വലുതാണ്. അങ്ങനെ ഒരു കുറ്റകൃത്യം നടക്കണമെങ്കിൽ അതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട വികാരം ചൂഷണമാണ്. ചൂഷണം ചെയ്യാനാണോ കൊണ്ടുപോകുന്നത്? തൊഴിൽ ട്രാഫിക്കിംഗ്, ലേബർ ട്രാഫിക്കിംഗ്, സെക്സ് ട്രാഫിക്കിംഗ്, ഇങ്ങനെയുള്ള ട്രാഫിക്കിങ്ങൾ പലതുണ്ട്. ദുരുദ്ദേശമാണ് ഇതിന്റെ പിന്നിലെ പ്രശ്നം. ഇന്റൻഷൻ എന്താണ്? അവരുടെ മോട്ടിവേഷൻ, അത് പ്രധാനപ്പെട്ടതാ. ഈ സഹോദരിമാര് ഈ 3 യുവതികളെ കൊണ്ടുപോകുന്നത് ചൂഷണം ചെയ്യാനാണോ? ട്രാഫിക്കിംഗ് അതിനു വേണ്ടിയാണോ? മനുഷ്യക്കടത്തെന്ന് ആരോപിക്കുന്നവർ ഒരു കാര്യം വ്യക്തമാക്കണം. മനുഷ്യക്കടത്താണോ മനുഷ്യക്കുരുതിയാണോ വലിയ പ്രശ്നം? സഹോദരങ്ങളെ വെട്ടിനുറുക്കി കൊലപ്പെടുത്തുന്ന എത്ര ഭീകര സംഭവങ്ങൾ ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. നമ്മുടെ കൂടെ ഇരിക്കുന്ന 2 സഹോദരിമാര് തത്തമംഗലം ഫൊറോന ഇടവകയിൽപ്പെട്ട
ഈ പറഞ്ഞ വന്ദന സിസ്റ്ററിന്റെയും പ്രീതി സിസ്റ്ററിന്റെയും സന്യാസിനി സമൂഹത്തിൽപ്പെട്ടവരാ ഇവിടെ ഇരിക്കുന്ന രണ്ടുപേര്. ഓരോന്ന് എഴുന്നേറ്റ് നിന്നേ. പ്രിയപ്പെട്ട സഹോദരിമാരോട് നമ്മൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ്. ഈ സഹോദരിമാർ ഇന്നലെ ഞാൻ അവിടെ ഗവൺമെന്റിൽ അവരെ കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് പോയി. അവർ വലിയ വേദനയിലാണ്. നമ്മുടെ തത്തമംഗൽ ഇടവകയിലെ അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ്. പ്രിയ സഹോദരിമാരെ, നമ്മുടെ സഹോദരിമാര് ജയിലിൽ കഴിയുമ്പോൾ നിങ്ങൾ മാത്രമല്ല വേദനിക്കുന്നത്, ഞങ്ങളെല്ലാവരും വേദനിക്കുകയാണ്. മനുഷ്യക്കടത്തിന്റെ പേരിലോ മതമാറ്റത്തിന്റെ പേരിലോ ആരെയും ഒന്നും ആക്രമിക്കാൻ പറ്റില്ല. നമ്മളെല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട്. മതപരിവർത്തനം എന്താ? മതപരിവർത്തനം ഓരോരുത്തർക്കും അവകാശം, ഓരോരുത്തർക്കും ഉചിതമായ ഇഷ്ടമായ മതത്തിൽ വിശ്വസിക്കുവാനുള്ള ഭരണഘടന നമുക്കില്ലേ? നിയമവാഴ്ച നടത്തേണ്ടടുത്ത് അധികാരവാഴ്ച നടത്തുക. പ്രിയപ്പെട്ടവരെ, നമ്മള് പരിഷ്കൃത ഇന്ത്യയിൽ നിന്ന് പ്രാകൃത ഇന്ത്യയിലേക്ക് തിരിച്ചു പോവുകയാണോ? പരിഷ്കൃത ഇന്ത്യയിൽ നിന്ന് പ്രാകൃത ഇന്ത്യയിലേക്ക് തിരിച്ചു പോവുകയാണോ? നമുക്ക് ഒരുപാട് പുരോഗതി നമ്മുടെ നാട്ടിലുണ്ട്, രാജ്യത്തുണ്ട്. വടക്ക് മുതൽ തെക്ക് വരെ, കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ നോക്കിയാൽ മുൻകാലങ്ങളിൽ ഉണ്ടായതിനേക്കാൾ അഭിവൃദ്ധി ഉണ്ടെന്ന് നമ്മൾ പറയുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ മനുഷ്യന്റെ മനസ്സിന്റെ അഭിവൃദ്ധി എവിടെ? സാഹോദര്യത്തിന്റെയും നന്മയുടെയും സ്നേഹത്തിന്റെയും സമഭാവനയുടെയും ഒക്കെ അരൂപി എവിടെയാണ്? അതെല്ലാം കൂപ്പുകുത്തുമ്പോ പിന്നെ എന്ത് പുരോഗതിയാണ് നമ്മുടെ നാട്ടിനുള്ളത്? പ്രിയപ്പെട്ട ഭരണാധികാരികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞങ്ങളെ പോലെയുള്ളവരെ വേട്ടയാടാതിരിക്കുക. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ, കേരളത്തിലെ ഭാരതത്തിലെ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾ വിലയിരുത്തുക. എവിടെ എന്ത് തകരാറാണ് സംഭവിച്ചിട്ടുള്ളത്? രാഷ്ട്രത്തിന്റെ നിർമ്മിതിയില് ആധ്യാത്മിക കാര്യങ്ങളിൽ മാത്രമല്ല, രാഷ്ട്രത്തിന്റെ ഭൗതിക നിർമ്മിതിയിലും മിഷണറിമാരുടെ പങ്ക് എത്രയോ വലുതാണ്. പാവപ്പെട്ടവരോടുള്ള ഐക്യദാർഢ്യം, യേശുക്രിസ്തുവിന്റെ മനോഭാവം ഉൾക്കൊണ്ടുകൊണ്ട് പാവങ്ങളെ സഹായിച്ച് അവരെ സംരക്ഷിക്കുന്നതാണോ, വളർത്തുന്നതാണോ, ഉപജീവനം നേടാനുള്ള മാർഗങ്ങൾ കണ്ടെത്തി കൊടുക്കുന്നതാണോ വലിയ തെറ്റ്? ക്രൈസ്തവ മിഷണറിമാര് മതപരിവർത്തനത്തിന്റെ ആളുകളായിരുന്നുവെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച കത്തോലിക്കാ വിശ്വാസം, തുടങ്ങിയ കത്തോലിക്കാ വിശ്വാസം ഇന്ന് ഇന്ത്യയിൽ എവിടെയൊക്കെ പകരാമായിരുന്നു. കേവലം 2-3% താഴെ നിൽക്കുന്ന ക്രൈസ്തവ പെർസെന്റേജ് നോക്കുക. അങ്ങനെ വരുമ്പോ ഇന്ത്യയിലെ ക്രൈസ്തവർ എവിടെ മതപരിവർത്തനത്തിന്റെ ആൾക്കാരാണ്? പക്ഷേ സ്വന്തമായി അവരവർക്ക് ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാം, അതിലേക്ക് വരാമെന്നുള്ള ഭരണഘടന അട്ടിമറിക്കപ്പെടരുത്. അതുകൊണ്ട് മതപരിവർത്തനം അല്ല ക്രൈസ്തവ മിഷണറിമാരുടെ ലക്ഷ്യം. പാവങ്ങളായിട്ടുള്ള മനുഷ്യരെ സഹായിക്കുക, നാടിന് പുരോഗതി വരുത്തുക. എല്ലാ നാടിലും സംസ്ഥാനങ്ങളിലുമുള്ള ഭരണാധികാരികള് അതാത് സ്ഥലങ്ങളിലുള്ള മിഷണറിമാരെ കൂട്ടുപിടിച്ച് അവരുടെ ബുദ്ധിശക്തിയും ഭാവനാശക്തിയും ആരോഗ്യവും മറ്റ് സ്രോതസ്സുകളും എല്ലാം കൂട്ടുപിടിച്ച് നാടിന്റെ വളർച്ചയ്ക്ക് അവരെ ഉപയോഗിക്കുക. ക്രൈസ്തവ മിഷണറിമാരെ, പാവപ്പെട്ട മനുഷ്യരെ പുനരുദ്ധരിക്കുവാൻ ഈ മിഷണറിമാരുടെ സഹായം തേടുക. നമ്മുടെ മഹാഭാരതത്തിന്റെ ഏറ്റവും ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഉൾപ്പെടെയുള്ളവര് ഈ കാര്യത്തിൽ പ്രത്യേകം ഇടപെടണമെന്ന് ഈ പാലക്കാടൻ സമൂഹത്തിന് മുമ്പിൽ വെച്ച് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഒരു പോറലും കൂടാതെ എത്രയും വേഗം അവരെ ജയിൽ വിമുക്തരാക്കണം, പുറത്തു കൊണ്ടുവരണം. ചെയ്യാത്ത കുറ്റങ്ങൾക്ക്, ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾക്ക് ജയിലിൽ അടക്കപ്പെട്ടിരിക്കുകയാണ്. നിഷ്പക്ഷമതികളെ കൊണ്ട് അന്വേഷിപ്പിക്കണം, സമഗ്രമായി അന്വേഷിപ്പിക്കണം. ആരാണ് കുറ്റക്കാര്? തുറങ്കിലടച്ചവര്, അന്യായമായി തുറങ്കിലടച്ചവരാണെങ്കിൽ അവരെ ആ തുറങ്കിൽ തന്നെ അടയ്ക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണം. അതിന്റെ നിയമം കൊണ്ടുവരണം. ദുരാരോപണങ്ങളുടെ പേരില് ഒരു മിഷണറിയും പീഡിപ്പിക്കപ്പെടാൻ പാടില്ല. അങ്ങനെ പീഡനമേൽക്കുമ്പോൾ ആ നാട്ടിലുള്ള പാവപ്പെട്ട മനുഷ്യരുടെ ഹൃദയമാണ് തകരുന്നത് എന്നോർക്കുക. നാടിന്റെ പുരോഗതിയും നന്മയും ലക്ഷ്യം വയ്ക്കുന്ന ഭരണാധികാരികള് ഈ വാക്കുകൾ ചെവിക്കൊള്ളുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ ഉയരുന്ന സമയമാണ്. രാജ്യവ്യാപകമായിട്ട് എല്ലാ സമരങ്ങളോടും, എല്ലാ പ്രതിഷേധ സമരങ്ങളോടും പാലക്കാട് രൂപതയും അതിൻ്റെതായ ഐക്യദാർഢ്യം അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, എത്രയും വേഗം ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമെന്നുള്ള ഒരു വലിയ അഭ്യർത്ഥനയോടുകൂടി എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മുടെ സഹോദരിമാരെ കർത്താവ് സംരക്ഷിക്കട്ടെ.